നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നമ്മുടെ വീട്ടിൽ എന്തായാലും ഇതുപോലുള്ള ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ലൈസോളൊക്കെ ഉണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എന്തായാലും ഇത് ബക്കറ്റിലൊക്കെ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിലും എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തരാം കേട്ടോ. ഞാനിതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ അടപ്പിൽ ഒരു അടപ്പ് സൊല്യൂഷൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണേ. അപ്പം നല്ലൊരു സുഗന്ധം നമ്മുടെ കിച്ചണിലൊക്കെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലായിടവും നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാവേ. അതുപോലെ തന്നെ രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെയൊക്കെ സ്ഥിതി ഏകദേശം എല്ലാ വീടുകളിലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ആ ഓയിലും ഒക്കെ വീണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിളച്ച് ചാടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടി ഡെയിലി കുറേ സമയം കളയുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് ഈ എണ്ണമയവും അതുപോലെ തന്നെ ഈ അഴുക്കും ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്പ്രേ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് തുടച്ചെടുക്കുക. വീണ്ടും രണ്ടാമതും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ, ഈ ഒത്തിരി ആഴത്തിലുള്ള ഒരുപാട് കഠിനമായിട്ടുള്ള കറകളൊക്കെ ആണെങ്കിലും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നമുക്ക് ഈ ഉരച്ച് തേച്ച് കഴുകേണ്ട ഒന്നും ആവശ്യമില്ല. ഇങ്ങനൊരു സ്പ്രേ നമ്മുടെ കിച്ചണിൽ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കുക്കിംഗ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന പണിയാണല്ലോ ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഇതുപോലെ ഒരു പീസ് ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ നീളത്തിലൊന്ന് നമ്മൾ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമുക്ക് നീളത്തിലൊന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുണ്ട് ഇതുപോലത്തെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലാത്ത ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ വല്ല ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ മാത്രമൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് പിന്നീട് നമ്മളത് എടുക്കാതെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുന്ന ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിലൊക്കെ ഒരു സ്മെല്ലുണ്ടാകും പിന്നീട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ മാറ്റി വയ്ക്കുന്ന ഈ ഫ്ലാസ്കിൻ്റെ ഉൾഭാഗത്ത് ബാഡ് സ്മെല്ലൊന്നും എത്ര കഴുകിയാലും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു പേപ്പർ ഇങ്ങനെ, ഇപ്പോൾ ഇത് കുറച്ച് പൊക്കമുള്ള ഫ്ലാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പർ ഈ രീതിക്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഈ പേപ്പറിന് ബാഡ് സ്മെല്ലിനെയൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെൽ ഉണ്ടാവത്തില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇവിടെ ഞാൻ ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് അത് തീർന്നു കഴിയുമ്പോൾ ഈ കവർ സാധാരണ ഡസ്റ്റ്ബിന്നിൽ കളയാറാണല്ലോ പതിവ്. അപ്പോൾ ഇങ്ങനത്തെ ഈ കവർ ഉണ്ടെങ്കിൽ ഇതും കളയണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ഫ്ലാസ്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ പുറത്തൊക്കെ അഴുക്കും പൊടിയൊന്നും പറ്റാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചിലപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ക്രീം കളർ ആയതുകൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ പെട്ടെന്ന് അഴുക്കൊക്കെ പറ്റിയാൽ പെട്ടെന്ന് അറിയും. അപ്പോൾ ആ കളറൊക്കെ മങ്ങിപ്പോകാതെയും അതുപോലെ പൊടിയൊന്നും പിടിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊന്ന് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3. ഇതൊരു പഴയ കത്രികയാണ് കേട്ടോ. ഒട്ടും തന്നെ മൂർച്ചയില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കട്ടായി കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കത്രികയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, ഇതിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ഇടികല്ലിൻ്റെ ഈ ഒരു പിള്ളയാണ്. അപ്പം ഇതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ മൂർച്ചയായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒരു 3-4 തവണ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒട്ടും മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിൽ പോലും കൂടി നല്ല അടിപൊളിയായിട്ട് മൂർച്ചയായി കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അടിപൊളിയായിട്ട് തന്നെ ഈ പേപ്പർ കട്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൂർച്ചയില്ലാത്ത കത്രിക ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ മൂർച്ച കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണേ. ടിപ്പ് നമ്പർ 4.
ഇതുപോലെ കുറച്ചധികം കറിവേപ്പിലയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പല തരത്തിലുള്ള ടിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറാണേ. ഒരേ ഒരു ടിഷ്യൂ പേപ്പർ മതി. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ടൊന്ന് ഉരുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കീറി ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇതുപോലെ ഞാനതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി ബോളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലേക്ക് നമുക്ക് കറിവേപ്പില ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അടർത്തി ഇട്ട് കൊടുക്കുമ്പം ഇതിലൊട്ടും തന്നെ വെള്ളമയം ഉണ്ടാകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 3-4 ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചേക്കുന്നൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഈ ഒരു ചുരുട്ടി വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഈ ബോട്ടിൽ നിറച്ച് ഇങ്ങനെ കറിവേപ്പില ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഈ കറിവേപ്പിലയിൽ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ അത് വലിച്ചെടുത്തോളും. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ചെന്നിട്ട് ഇത് ഓപ്പൺ ആക്കുകയും എടുക്കുകയും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഇത് അഴുക്കായിട്ട് പോകും. നിങ്ങൾക്ക് ഒരു ദിവസത്തേന് അല്ലെങ്കിൽ 2 ദിവസത്തേനുള്ളത് നിങ്ങളിത് കുറച്ചെടുത്തിട്ടൊന്ന് വെളിയിൽ വെച്ചേക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഏകദേശം 1 മാസത്തോളം തന്നെ ഒരു കേടുമില്ലാതെ തന്നെ ഈ കറിവേപ്പില ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കറിവേപ്പിലയ്ക്ക് ഒരു കേടുപാടും സംഭവിക്കത്തില്ല കേട്ടോ. അതിന് നിറം പോലും നഷ്ടപ്പെടത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 5, ഞാനിവിടെ കുറച്ച് റംബൂട്ടാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ പഴുത്തതല്ല, ഇതുപോലെ പച്ചയും പിന്നെ കുറച്ച് ചെനച്ച് വരുന്നതും ഒക്കെ ആയിട്ടുള്ള പഴങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ റംബൂട്ടാൻ വെച്ചിട്ട് നല്ല കിടിലനൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാവേ. റംബൂട്ടാനൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെയുള്ള സമയമല്ലേ. അപ്പം വെറുതെ എന്തോരമാണ് പൊഴിഞ്ഞൊക്കെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചെടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി പഴുത്തെടുക്കാതെ കൊണ്ട് ഒരു ഇടത്തരം പുളിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ആദ്യമേ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഓൾറെഡി ഇതിനകത്ത് മുഴുവൻ വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുണ്ടോ നോക്കിക്കുക, അതിനകത്ത് ഒന്ന് ആ വെള്ളം മുഴുവൻ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാനിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വറ്റി വരണം. അപ്പം ഇതുണ്ട് ഒന്ന് മാത്രം വെള്ളം ഇപ്പോൾ ആയിന്ന് നോക്കിയേ അല്ലേ. ഇതിപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടി ഒന്ന് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടുകെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അച്ചാറുണ്ടാക്കാൻ അത്ര നല്ലതല്ല, പെട്ടെന്ന് തന്നെ കേടായിട്ട് പോകും. അപ്പം ഇതുപോലെ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ അച്ചാറുണ്ടാക്കുന്നത് അതേമാതിരി തന്നെ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം അച്ചാറുണ്ടാക്കുമ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അച്ചാർ പൂത്തു പോകാനും കനച്ചു പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റംബൂട്ടാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് ഇപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വിനാഗിരി നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ട് വിനാഗിരി കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ മുളക് പൊടിയൊക്കെ ഇട്ട സ്ഥാനത്ത് അച്ചാർ പൊടിയായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണിത്. ഇതൊക്കെ വെറുതെ തൊടിയിൽ എന്താ പറയുക പൊഴിഞ്ഞ് വീണിട്ട് കിടക്കുകയല്ലേ ഈ മഴയൊക്കെ വന്നിട്ട്. അപ്പം ഇതുപോലെ നമുക്ക് എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിത് തേങ്ങ അരച്ചിട്ട് നമുക്ക് പുളിശ്ശേരി പോലെ വയ്ക്കാം. അങ്ങനെ പല തരത്തിലും നമുക്ക് ഈ ഒരു റംബൂട്ടാനെ പഴമായിട്ട് കഴിക്കുക തന്നെയല്ല ഈ രീതിക്കും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ റംബൂട്ടാൻ അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 6, ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ബോൾ പോലെ നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഒരു ബോൾ പോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് 1 2 3 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനിതൊന്ന് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതുപോലെ നമ്മൾ കാപ്പിപ്പൊടിയും ഉപ്പും കൂടെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ 1 2 എണ്ണം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 തട്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ കാപ്പിപ്പൊടിയുടെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെയും ഒക്കെ ആ ഒരു എന്താ പറയുക സ്മെല്ല്, അത് നമ്മുടെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് ഇല്ലാതാകും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ആണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ അകീകരണം ചെയ്യുവാനുള്ള കഴിവുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാളത്തേന് നമ്മുടെ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ല് ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.